നമസ്കാരം. ഒരുമയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ആര് വന്നാലും ലോകമലയാളികൾ അതിനെ പ്രതിരോധിക്കുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒരുമയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ആര് വന്നാലും ലോകമലയാളികൾ അതിനെ പ്രതിരോധിക്കും. അതിനെ തകർക്കാൻ വരുന്നവരുടെ സ്ഥാനം അറബിക്കടലിലെന്നും സാദിഖ് അലി തങ്ങൾ. ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. വയനാടിന് ഇന്ന് ചരിത്ര ദിനം. ജില്ലയിൽ പാസ്പോർട്ട് ഓഫീസ് യാഥാർത്ഥ്യമായി. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. ആസ്പിരേഷണൽ ജില്ലയായ വയനാടിന് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക കരുതലുണ്ടെന്ന് കീർത്തിവർദ്ധൻ സിംഗ്. ആധാർ കാർഡ് എടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇനി പാസ്പോർട്ട് എടുക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കാട്ടിക്കുളത്ത് ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനയിറങ്ങി കാട്ടിക്കുളം പനവല്ലി റോഡിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് നശിപ്പിച്ചു. പ്രദേശത്തെ കാർഷിക വിളകളും നശിപ്പിച്ചു. ജലസേചനത്തിനായി ആരംഭിച്ച ടൂറിസത്തിലൂടെ വളർന്ന കാരാപ്പുഴ അണക്കെട്ടിൽ നിന്നും ഇനി വൈദ്യുതിയും. റിസർവോയറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആലോചന. പമ്പ്ഡ് സ്റ്റോറേജ് സംവിധാനത്തിലൂടെ 30 മെഗാവാട്ട് സ്ഥാപിത ശേഷിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള KSEB നിർദ്ദേശം സർക്കാരിന് കൈമാറി. വാർത്തകൾ വിശദമായി. ഒരുമയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ആര് വന്നാലും ലോകമലയാളികൾ അതിനെ പ്രതിരോധിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തു. തൃക്കൈപ്പറ്റ വെള്ളിത്തോട് 105 വീടുകളാണ് ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്നത്. വയനാട് ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ദുരന്തബാധിതർക്കുള്ള വീടുകളുടെ ശിലാസ്ഥാപനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചത്. ഒരുമയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ആര് വന്നാലും ലോക മലയാളികൾ അതിനെ പ്രതിരോധിക്കുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതിനെ തകർക്കാൻ വരുന്നവരുടെ സ്ഥാനം അറബിക്കടലിലായിരിക്കും. കേരളത്തിലെ മതമൈത്രി ആര് വിചാരിച്ചാലും തകർക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രം വയനാട് കാണിച്ചു കൊടുക്കുക നമുക്ക് നിലനിർത്തേണ്ടത് തന്നെയാണ്. ഈ ഒരുമയുടെ പാരമ്പര്യത്തെയാണ് നമുക്ക് നിലനിർത്തേണ്ടത്. ആര് വന്നാലും അതിനെ മലയാളി ഈ ഒരുമയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ആര് വന്നാലും അതിനെ പ്രതിരോധിക്കുവാൻ ലോകത്തെ മലയാളി തയ്യാറാകുന്നു. തൃക്കൈപ്പറ്റ വില്ലേജിലെ വെള്ളിത്തോട് മുട്ടിൽ മേപ്പാടി പ്രധാന റോഡിനോട് ചേർന്ന് 11 ഏക്കർ ഭൂമിയിലാണ് വീടുകളുടെ നിർമ്മാണം. 1000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ് നിർമ്മിക്കുക. 3 മുറികളും അടുക്കളയും മറ്റു സൗകര്യങ്ങളും ഉണ്ടാകും. ശിലാസ്ഥാപന ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ MP, അബ്ദുസമദ് സമദാനി MP, PV അബ്ദുൽ വഹാബ്, PMS സലാം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മറ്റൊന്നും നോക്കാതെ അതുപോലെ ഇനിയും ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് പാലക്കാട് ഗവർണർമാരുടെയും ലീഗിന്റെയും പാരമ്പര്യം. അത് എപ്പോഴും. മലനാട് ന്യൂസ് മുട്ടിൽ. വയനാടിൽ നിന്ന് ചരിത്ര ദിനം. ചിരകാല സ്വപ്നമായിരുന്ന പാസ്പോർട്ട് ഓഫീസ് യാഥാർത്ഥ്യമായി. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ആസ്പിരേഷണൽ ജില്ലയായ വയനാടിന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക കരുതലുണ്ടെന്ന് കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. ഇനി ആധാർ കാർഡ് എടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ പാസ്പോർട്ട് എടുക്കാൻ കഴിയുമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടനത്തിന് പിന്നാലെ പാസ്പോർട്ടിന്റെ അപേക്ഷയും സ്വീകരിച്ചു തുടങ്ങി. ഏറെക്കാലത്തെ കാത്തിരിപ്പിനും മുറവിളികൾക്കും ഒടുവിൽ വയനാടിന് ഇനി സ്വന്തമായി പാസ്പോർട്ട് ഓഫീസ്. കൽപ്പറ്റയുടെ നഗര ഹൃദയഭാഗത്താണ് ജില്ലയിലെ ആദ്യത്തെ പോസ്റ്റൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടങ്ങിയത്. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ആസ്പിരേഷണൽ ജില്ലയായ വയനാടിന് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക കരുതലുണ്ടെന്ന് കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. of lakhs of people who go abroad. Our students who go to pursue higher studies, our workers
who go in huge numbers, especially from Kerala, to find employment abroad. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ സഞ്ചരിക്കുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രം വയനാട്ടിലെത്തിയിരുന്നു. പ്രത്യേക ക്യാമ്പ് നടത്തി നിരവധി പേർക്കാണ് നഷ്ടപ്പെട്ട പാസ്പോർട്ടുകൾ നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. വയനാടിന് ഇത് വികസനത്തിന്റെ തുടക്കം മാത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിൽ നിന്നും ഇനി ആധാർ കാർഡ് എടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ പാസ്പോർട്ട് എടുക്കാൻ കഴിയുമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അഭിപ്രായപ്പെട്ടു. ഞാനിവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത് ആധാർ കിട്ടുന്നതിൽ എളുപ്പമാണ് പാസ്പോർട്ട്. കാരണം ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി, എന്നിട്ട് പോകുന്ന വഴിക്കെല്ലാം മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കും. രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ പോലും വികസനം എത്തിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമാണ്. ഇതാണ് വയനാട് പാസ്പോർട്ട് ഓഫീസ് യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. MLA-മാരായ ടി സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, PK ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കാട്ടിക്കുളത്ത് ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങി. ഇന്ന് രാവിലെയോടെയായിരുന്നു സംഭവം. കാട്ടിക്കുളം പനവല്ലി റോഡിലാണ് കാട്ടാന ഇറങ്ങിയത്. കൃഷിയിടത്തിൽ വ്യാപക നാശനഷ്ടം വരുത്തിയ ആന റോഡിലേക്ക് ഇറങ്ങി. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കും ആന കുത്തിമറിച്ചിട്ടു. ദൃശ്യങ്ങളിലേക്ക്. പനവല്ലി സർവാണിയിൽ വന്യമൃഗശല്യം രൂക്ഷം. ആനയും കാട്ടുപോത്തും കടുവയും ഉൾപ്പെടുന്ന വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവായിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. ജീവിതം വഴിമുട്ടി കുടുംബങ്ങൾ. പനവല്ലി സർവാണിയിലാണ് രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ പ്രദേശവാസികൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയും കാട്ടുപോത്തും കടുവയും ഉൾപ്പെടുന്ന വന്യമൃഗങ്ങളാണ് ഇവരെ ഭീതിയിലാക്കുന്നത്. ആന ഇറങ്ങി കാപ്പിച്ചെടികളും മറ്റും കൃഷികളും നശിപ്പിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങളൊന്നും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ഇന്നലെ രാവിലെ 7 സമയത്ത് ഞാൻ പണിക്ക് പോകുമായിരുന്നു. അന്നേരം ആദ്യം വലിയ കടുവ ചാടി. അത് കഴിഞ്ഞ് ഞാൻ അതിനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. എനിക്ക് അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം എന്നൊന്നും തിരിയാതെ ഞാൻ അതേ തന്നെ നോക്കി നിൽക്കുമ്പോൾ അടുത്ത് തന്നെ ഒന്നും കൂടി ചാടി. അങ്ങനെ അതിങ്ങനെ തോട്ടത്തിലേക്ക് ഇറങ്ങി ഇങ്ങോട്ടും പോയി ഞാൻ പണിസ്ഥലത്തേക്കും പോയി. കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും ഭീതിയിലാണ്. ഇതിനിടയിൽ ജനവാസ മേഖലയിൽ കടുവയെ കണ്ടതോടെ വലിയ ഭീതിയിലാണ് നാട്ടുകാർ. സർവാണി ഉന്നതിയിലെ ലീലയാണ് രാവിലെ ജോലിക്ക് പോകുന്നതിനിടയിൽ പനവല്ലി ജംഗ്ഷനിൽ കടുവയെയും കുട്ടിയെയും കണ്ടത്. തോട്ടങ്ങളിൽ സ്ഥിരമായി കാവലേർപ്പെടുത്തേണ്ട അവസ്ഥയിലാണ് കൃഷിക്കാർ. വനം വകുപ്പ് ഇടപെട്ട് കാവൽ ശക്തമാക്കണമെന്നും മറ്റ് പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, മാനന്തവാടി. ജലസേചനത്തിനായി ആരംഭിച്ച് ടൂറിസത്തിലൂടെ വളർന്ന കാരാപ്പുഴ അണക്കെട്ടിൽ നിന്ന് ഇനി വൈദ്യുതിയും. റിസർവോയറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ആലോചന. പമ്പ്ഡ് സ്റ്റോറേജ് സംവിധാനത്തിലൂടെ 30 മെഗാവാട്ട് സ്ഥാപിത ശേഷിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള KSEBയുടെ നിർദ്ദേശം സർക്കാരിന് കൈമാറി. ജലസമൃദ്ധമായ കാരാപ്പുഴ ഡാമിൽ അടുത്ത ഘട്ടമായി വൈദ്യുതി ഉൽപ്പാദനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് KSEB. ഉയർന്ന വൈദ്യുതി ഉപയോഗമുള്ള രാത്രി സമയങ്ങളിൽ ചെലവ് കുറഞ്ഞ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ലക്ഷ്യം. പകൽ സമയത്തേക്കാൾ ഇരട്ടിയിലധികം ഉയർന്ന നിരക്കിലാണ് ആഭ്യന്തര ഉൽപ്പാദനത്തിന് പുറമേയുള്ള വൈദ്യുതി നിലവിൽ സംസ്ഥാനം വാങ്ങുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കരുതുന്ന പ്രതീക്ഷയിലുള്ള പദ്ധതിയാണിത്. 180 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഡാം ലഭ്യമാകാൻ ജലസേചന വകുപ്പിൻ്റെയും പാറമടകൾക്ക് റവന്യൂ വകുപ്പിൻ്റെയും അനുമതി ആവശ്യമുണ്ട്. സ്ഥലമേറ്റെടുക്കലും പ്രോജക്റ്റ് റിപ്പോർട്ടും പൂർത്തിയാക്കിയാൽ 36 മാസം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്നാണ് കണക്കുകൂട്ടൽ. റിസർവോയറിൽ കെട്ടിക്കിടക്കുന്ന ജലം പകൽ സമയത്ത് മഞ്ഞപ്പാറയിലെ പാറമടകളിലേക്ക് എത്തിക്കും. രാത്രി തിരികെ റിസർവോയറുകളിലേക്ക് തന്നെ ഒഴുക്കിവിട്ടാണ് വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാക്കുക. ഡാമിലെ ജലത്തിൻ്റെ ഉപരിതലത്തിൽ സ്ഥാപിക്കാനാകുന്ന ഫ്ലോട്ടിംഗ് സോളാറിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് പകൽ പാറമടകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുക. ഊർജ്ജ വിനിയോഗം ഏറ്റവും കൂടുതൽ നടക്കുന്ന രാത്രിയിൽ 52.50 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പമ്പ്ഡ് സ്റ്റോറേജിലൂടെ ഉൽപ്പാദിപ്പിക്കുക. KSEB കോഴിക്കോട് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമാണ് പ്രാരംഭ സാധ്യതാ റിപ്പോർട്ട് തയ്യാറാക്കിയത്. വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനം നിലച്ച് അപകടക്കെണിയായി മാറിയ ക്വാറികൾക്കും ഈ പദ്ധതി വഴി ശാപമോക്ഷമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലനാട് ന്യൂസ്, അമ്പലവയൽ. മലബാറിൻ്റെ തന്നെ ടൂറിസം ഗതാഗത വികസനത്തിന് കുതിപ്പേകാൻ താമരശ്ശേരി ചുരത്തിൽ റോപ്പ് വേ വന്നാൽ 15 മിനിറ്റിനുള്ളിൽ ചുരം കടക്കാനാകും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളമേറിയ റോപ്പ് വേ ആണ് നിർമ്മിക്കുന്നത്. ലക്കിടി മുതൽ അടിവാരം വരെ
3.25 കിലോമീറ്റർ ദൂരത്തിലാണ് റോപ്പ് വേ നിർമ്മിക്കുക. 100 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകി. അടിവാരത്തെ 1ാം വളവിൽ നിന്നും 15 മിനിറ്റിനുള്ളിൽ ലക്കിടിയിലെത്താം. ഇത് വെറും വാഗ്ദാനമല്ല. നിർദ്ദിഷ്ട റോപ്പ് വേ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ചുരം കടക്കാൻ കഴിയുമെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നു. ഒരേ സമയം 400-ലധികം പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അടിവാരത്തിനും ലക്കിടിക്കും ഇടയിൽ 40 ടവറുകൾ സ്ഥാപിക്കേണ്ടി വരും. രോഗികളെ എളുപ്പത്തിൽ ചുരം കടത്തുന്നതിന് രോഗികൾക്കായി പ്രത്യേക ആംബുലൻസ് ക്യാബിനുകളും ഒരുക്കും. ഓക്സിജൻ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഈ ക്യാബിനിൽ ഉണ്ടാകും. പദ്ധതി യാഥാർത്ഥ്യമായാൽ മലബാറിന്റെ തന്നെ വികസന കുതിപ്പിന് കാരണമാകുമെന്ന് 5 വർഷത്തോളമായി പദ്ധതിക്കായി പ്രയത്നിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജോണി പാറ്റാനി പറഞ്ഞു. വയനാട് ടൂറിസം മേഖലയിൽ ഇന്ന് ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പുരോഗമന ഒരു ഹബ്ബായി മാറാൻ പോവുകയാണ്. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. മാത്രമല്ല ചുരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഈ അപകടങ്ങളും അതിനൊക്കെ ഒരു പരിധിവരെ ഞങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റും. അവരെ പെട്ടെന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനും അതുപോലെ അപകടത്തിൽപ്പെട്ടവരെ ഒരു ആംബുലൻസ് വരെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളൊക്കെയാണ് ഈ റോപ്പ് വേയുടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് വയനാട് ജില്ലകളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ തന്നെ വലിയ കുതിച്ചുചാട്ടമാകും പദ്ധതി വരുത്തുക. പദ്ധതിക്ക് അനുമതി ലഭിച്ചതോടെ ഇനി ഭൂമിയേറ്റെടുക്കലടക്കമുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കും. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കോട്ടത്തറയിൽ പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്ന രീതിയിൽ മാലിന്യം തള്ളിയവരെ കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാഹനമടക്കം പിടികൂടി. വണ്ടിയാമ്പറ്റ പുന്നക്കൽ ഉന്നതിക്ക് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചത്. സംഭവത്തിൽ മുണ്ടേരി സ്വദേശി റയീസ് പിടിയിൽ. വണ്ടിയാമ്പറ്റ കളരിപ്പൊയിൽ ഭാഗത്താണ് സമീപത്തെ പുഴയ്ക്കും പുന്നക്കൽ ഉന്നതിക്കും ഭീഷണിയായി സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വൻതോതിൽ നിക്ഷേപിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പോലീസിന്റെ സഹായത്തോടെ വാഹനമടക്കം പിടികൂടുകയായിരുന്നു. സംഭവത്തിൽ മുണ്ടേരി സ്വദേശി റയീസാണ് പിടിയിലായത്. ഒരു പുന്നക്കൽ ഉന്നതിക്ക് മുകളിലായി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിക്ഷേപിച്ചതാണ് ഈ മാലിന്യ കൂമ്പാരം. ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുകയും ഇത് ഏത് വാഹനത്തിലാണ് വരുന്നത്, ആരാണ് എന്ന് സസൂക്ഷ്മം ഞങ്ങൾ വീക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പരിസരവാസിയായ പ്രിയപ്പെട്ട ജോസ് ഈ വാഹനം കണ്ടെത്തുകയും ഉടനെ തന്നെ പഞ്ചായത്ത് അധികാരികളെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട മുഴുവൻ അധികാരികളെയും അറിയിക്കുകയും സ്ഥല ഉടമയും ഇത് നിക്ഷേപിച്ച ആളും ഇവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. വിവിധതരം പ്ലാസ്റ്റിക്കുകളും റെക്സിൻ, വാഹനങ്ങളുടെ പൊട്ടിയ ഗ്ലാസുകൾ തുടങ്ങി മണ്ണിൽ ലയിക്കാത്ത നിരവധി മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചത്. മാലിന്യങ്ങൾ നിക്ഷേപിച്ചവർക്കെതിരെ കർശന നടപടികൾ വരും ദിവസങ്ങളിലും സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി റനീഷ് വ്യക്തമാക്കി. മലനാട് ന്യൂസ്, പനമരം. കൽപ്പറ്റ കൈനാട്ടിയിലെ നടപ്പാതകളിലെ ചതിക്കുഴി അടയ്ക്കാൻ നടപടിയില്ല. കാൽനടയാത്രക്കാർക്ക് നടപ്പാതയിലെ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നത് സ്ഥിരം സംഭവമാവുകയാണ്. കഴിഞ്ഞ ദിവസം കാൽനടയാത്രക്കാരന് ഓവുചാലിൽ വീണ് പരിക്കേറ്റിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കൽപ്പറ്റ കൈനാട്ടിയിൽ നിന്നും ബൈപ്പാസ് ജംഗ്ഷനിലേക്ക് എത്തുന്ന നടപ്പാതയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടപ്പാതയിലൂടെ നടക്കുകയായിരുന്നയാൾ കാൽ തെന്നി ഓവുചാലിലേക്ക് മുഖം കുത്തി വീണു. ഭാഗ്യം കൊണ്ട് വലിയ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതുപോലെ നിരവധി ചതിക്കുഴികളാണ് കൽപ്പറ്റയിലെ നടപ്പാതകളിൽ ഉള്ളത്. വയനാട് ജില്ലയുടെ സ്ഥിരകേന്ദ്രമായ കൽപ്പറ്റയിൽ നിരവധിയായ ആളുകൾ യാത്ര ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രദേശത്ത് ഡ്രെയിനേജുകളും ഓടയിലും ഫുട്പാത്തിന് ഇതില്ലാത്തതുകൊണ്ട്, ഫ്ലൈവില്ലാത്തതുകൊണ്ട് നിരവധിയായ ആളുകൾ അതിൽ വീഴുകയും നിരവധി അപകടം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ അവിടെ കൽപ്പറ്റ ടൗണിൻ്റെ നവീകരണ ഭാഗമായിട്ട് എല്ലാ ഓടകളും വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നിരവധിയായ സ്ഥലങ്ങൾ ചതിക്കുഴികൾ ധാരാളം ഈ റോഡ് സൈഡിൽ ഓടയുടെ ഭാഗത്തുണ്ട്. അടിയന്തരമായ ഇതിന് പരിഹാരം കാണുക. ശ്രദ്ധയോടെ നടന്നില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടമാകുമെന്ന് ചുരുക്കം. കുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന നടപ്പാതകളിലെ ചതിക്കുഴികൾ അടയ്ക്കാൻ ഇനിയെങ്കിലും നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.
ഫുട്പാത്ത് നവീകരണം പൂർത്തിയാകാത്തതാണ് പ്രശ്നമാകുന്നത്. കൈനാട്ടിയിൽ മാത്രം പലയിടങ്ങളിലും ഇതുപോലെ സ്ലാബില്ലാത്ത തുറസായ നിലയിൽ ഓവുചാലുകൾ കാണാനാകും. അനുദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാതയിലെ വാഹനങ്ങൾ ഭയന്നാണ് ആളുകൾ നടപ്പാതയിലൂടെ നടക്കുന്നത്. എന്നാൽ നടപ്പാതയിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികളാണ് കാത്തിരിക്കുന്നത്. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. മാനന്തവാടി ഗാന്ധി പാർക്കിൽ പൊതു ശൗചാലയം അടഞ്ഞുകിടക്കുന്നത് പ്രയാസത്തിലാക്കുന്നതായി പരാതി. കേടുപാടുകൾ തീർത്ത് ശൗചാലയം തുറന്നു നൽകണമെന്ന ആവശ്യം. പരിഹാര നടപടികളില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ. ബസ് കാത്തിരിപ്പ് കേന്ദ്രം, വ്യാപാര സ്ഥാപനങ്ങൾ, ഓട്ടോ, ജീപ്പ് സ്റ്റാൻഡുകൾ എന്നിവയുൾപ്പെടുന്ന ഭാഗത്തെ ശൗചാലയം ഏറെ ദിവസങ്ങളായി അടഞ്ഞുകിടക്കുന്നതാണ് യാത്രക്കാരെയും തൊഴിലാളികളെ ഉൾപ്പെടെ ഒട്ടേറെ ആളുകളെ പ്രയാസത്തിലാക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് സെപ്റ്റിക് ടാങ്ക് പൈപ്പ് ചോർച്ചയെ തുടർന്നാണ് ശൗചാലയം അടച്ചിട്ടത്. കഴിഞ്ഞ 2-ാം തീയതി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നഗരസഭാ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. കേടുപാടുകൾ തീർത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ശൗചാലയം തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്നാണ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൌൺസിലറും ഉൾപ്പെടെയുള്ളവർ ഉറപ്പ് നൽകിയത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഇല്ലാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഇന്നും നമുക്കറിയാം, ഇത് നമ്മൾ ഗാന്ധി പാർക്കിൽ 150 തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥലമാണ്. ഇതിലെ നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ഒരു തൊഴിലെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇത് നിറഞ്ഞ് റോഡിലോട്ട് ഒഴുകി ഇത് ചവിട്ടി ആളുകൾ വണ്ടിയിലോട്ട് കയറുകയാണ്. അത് മാത്രമല്ല, ഇവിടെ നിരവധി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നു പോകുന്ന സ്ഥലമാണ്. അവർക്ക് ഒരു ശൗചാലയമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുത്ത് അത് നല്ല വൃത്തിയായി കൊണ്ടു നടക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സെപ്റ്റിക് ടാങ്ക് മാലിന്യം നീക്കം ചെയ്തിട്ടില്ലാത്തതിനാൽ കടുത്ത ദുർഗന്ധവുമുണ്ട്. പരിഹാര നടപടികളില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് ഓട്ടോ, ജീപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായിട്ടാണ് ശൗചാലയം അടച്ചിട്ടതെന്നാണ് അധികൃതരുടെ വിശദീകരണം. മലനാട് ന്യൂസ്, മാനന്തവാടി. ഇനി കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 390, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 240, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 700, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 690, നേന്ത്രക്കായ കിലോയ്ക്ക് 48, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 182, സ്വർണം പവന് 66,320, വെള്ളിഗ്രാമിന് 102 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒരുമയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ആരു വന്നാലും ലോകമലയാളികൾ അതിനെ പ്രതിരോധിക്കും. അതിനെ തകർക്കാൻ വരുന്നവരുടെ സ്ഥാനം അറബിക്കടലിലെന്നും സാദിഖ് അലി തങ്ങൾ. ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. വയനാടിന് ഇന്ന് ചരിത്ര ദിനം. ജില്ലയിൽ പാസ്പോർട്ട് ഓഫീസ് യാഥാർത്ഥ്യമായി. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. ആസ്പിരേഷണൽ ജില്ലയായ വയനാടിന് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക കരുതലുണ്ടെന്ന് കീർത്തിവർദ്ധൻ സിംഗ്. ആധാർ കാർഡ് എടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇനി പാസ്പോർട്ട് എടുക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കാട്ടിക്കുളത്ത് ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനയിറങ്ങി കാട്ടിക്കുളം പനവല്ലി റോഡിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് നശിപ്പിച്ചു. പ്രദേശത്തെ കാർഷിക വിളകളും നശിപ്പിച്ചു. ജലസേചനത്തിനായി ആരംഭിച്ച ടൂറിസത്തിലൂടെ വളർന്ന കാരാപ്പുഴ അണക്കെട്ടിൽ നിന്നും ഇനി വൈദ്യുതിയും. റിസർവോയറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആലോചന. പമ്പ്ഡ് സ്റ്റോറേജ് സംവിധാനത്തിലൂടെ 30 മെഗാവാട്ട് സ്ഥാപിത ശേഷിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള KSEB നിർദ്ദേശം സർക്കാരിന് കൈമാറി.